നമസ്കാരം. വി ദ പീപ്പിൾ കൈരളി ന്യൂസിൻ്റെ മുഖപ്രസംഗ പങ്ക്തി. ഇന്നീ പരിപാടിയിൽ എന്നോടൊപ്പം സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ, ഒപ്പം തന്നെ ന്യൂസ് എഡിറ്റർ സിജു സുഗതൻ, അതോടൊപ്പം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് എസ് ഷീജ എന്നിവർ പങ്കെടുക്കുന്നു. ഇന്നത്തെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ഒരു പ്രമേയമാണ്. നിയമസഭയിൽ എത്രയോ നടപടികൾ നടക്കുന്നു. പക്ഷേ ഈ പ്രമേയം ഞങ്ങൾ വേറിട്ടെടുക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള നിയമസഭ ഏകകണ്ഠമാക്കി പാസാക്കിയ ഒരു പ്രമേയം എന്ന നിലയ്ക്കാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഴങ്ങുന്ന ഒരു പ്രമേയം. ആ പ്രമേയമാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ അത് തത്സമയം ടെലിവിഷനിലാണ് കണ്ടത്. പക്ഷേ ഞങ്ങളോടൊപ്പമുള്ള ഷീജ അത് നേരിട്ട് സഭാ തലത്തിൽ നിന്ന് അതിന് സാക്ഷിയായി അതിൻ്റെ ചൂടോടെ അതിൻ്റെ വീറ് ഏറ്റെടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഷീജ, ഇതൊരു വാർത്താ പരിപാടി പോലെ അല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വാർത്ത മുൻനിർത്തിയുള്ള ചർച്ചാ പരിപാടിയാണ്. എങ്കിൽ പോലും കേരള നിയമസഭയിൽ ഇന്ന് ഈ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഷീജ എന്താണ് കണ്ടത്? എന്താണ് ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആളുകളോട് പറയാവുന്നത്? തീർച്ചയായും എൻ ബി സി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കേന്ദ്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രമേയം, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്, അവിടെ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്, അതോടൊപ്പം തന്നെ അതിനുള്ളൊരു കാരണം എന്തായിരുന്നു, അതാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന അതിപ്പോഴല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സമരങ്ങളും ഇവിടെ സംസ്ഥാനത്ത് നടക്കുന്നു. ദില്ലിയിലടക്കം അതിൻ്റെ ഭാഗമായി നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു, മന്ത്രിമാർ നേരിട്ടെത്തി കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ അതായത് ബജറ്റ് സമ്മേളനം ഇവിടെ കേരള നിയമസഭയിൽ ചേരുന്നത്. ഈ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനമന്ത്രിയും സഭയിൽ വ്യക്തമാക്കിയിരുന്നു, നമ്മൾ ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരും. കാരണം നമ്മൾ അത്രത്തോളം വലിയ തോതിൽ കേന്ദ്രം നമ്മളെ സാമ്പത്തികപരമായി ഞെരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പ്രമേയം അത് സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം തന്നെയായി മാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രമേയം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നു. പ്രമേയം ഇന്ന് നിയമസഭയിലേക്ക് വരുന്നു. അതുവരെ കാര്യങ്ങൾ ആ രീതിയിൽ ഓക്കെയാണ്. കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. രാജേന്ദ്രൻ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് രാജേന്ദ്രൻ ഡെസ്കിലിരുന്നതൊക്കെ കാണുന്നുണ്ടാവും. നമ്മൾ പുലി വരുന്നു എന്ന് പറഞ്ഞിട്ട് പുലി വരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ കേന്ദ്ര അവഗണന കേരളം അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ആഘാതം ജനങ്ങളത്ര ശ്രദ്ധിക്കാത്ത തരത്തിൽ മാറിപ്പോയിട്ടുണ്ടോ? എന്താണ് കേരളം നേരിടുന്ന അവഗണന? എന്താണ് അത് പ്രധാനമാണെങ്കിൽ അതിനെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്? ഈ വാർത്ത ഷീജ ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും വന്നിരുന്നു. അത് കർണാടകത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം MP ആണ്, ലോക്സഭാംഗമാണ്, ഡി കെ സുരേഷ് എന്ന് പറഞ്ഞാൽ DK ശിവകുമാറിൻ്റെ സഹോദരനാണ്. കർണാടകത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കൾ ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയെ ഇന്ന് കേരള നിയമസഭയിലുണ്ടായ സംഭവങ്ങളുമായി നമ്മൾ കൂട്ടി വായിക്കണം. അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്തെന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഇങ്ങനെ പോയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടി പുതിയൊരു രാജ്യമായി മാറേണ്ടി വരും. ഈ കേന്ദ്ര അവഗണന എന്ന വിഷയത്തോട് ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായൊരു നേതാവ് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അത് വളരെ ദുരന്തമയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കോൺഗ്രസിനെ പോലുള്ള പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയിലെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ് വേറൊരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് വളരെ ദാരുണമായൊരു കാഴ്ചയായി വേണം നമ്മൾ കാണാൻ. അങ്ങനെ എത്തിയിരിക്കുന്നു കാലം. പറയാൻ പാടില്ലാത്തതാണ് വേറൊരു രാജ്യം. പക്ഷേ പറയേണ്ട ഒരു സാഹചര്യത്തിൽ മനുഷ്യർ എത്തുന്നു, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ എത്തുന്നു. അത് കോൺഗ്രസിനെ പോലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആ പതനത്തിലേക്ക് എത്തുന്നു അല്ല ഇതിൽ വ്യത്യാസം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഒരു കാര്യം, ഒരു സംശയമേ ഇല്ല. അദ്ദേഹം പറഞ്ഞതിൽ ആദ്യ ഭാഗം വളരെ വളരെ ശരിയാണ്, വളരെ ന്യായമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ നമ്മളൊരു കഴിഞ്ഞ 25 വർഷത്തെ കാലം, ഞാൻ 25 വർഷം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ആ സമയത്താണ് സംഘപരിവാറും BJPയും ഇത്ര ശക്തമായത്. അവർ ഒരുപാട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നു. ഈ ഒരു 25 വർഷക്കാലത്തെ ഒരു ചരിത്രവും ഈ സാമ്പത്തിക വളർച്ചയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു.
സാമ്പത്തിക രംഗത്തെ, അതുപോലെ മാനുഷിക വികസന രംഗത്തെ, വിദ്യാഭ്യാസം, ആരോഗ്യ ഏത് മേഖല നോക്കിയാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മറ്റ് പ്രദേശങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. ഒന്ന്, അതിൻ്റെ ഒരു രാഷ്ട്രീയമായ കാരണം കൂടിയുണ്ട്. അതായത് വർഗീയത ഈ മേഖലയിൽ അത്ര വലിയൊരു വിഷയമാവുന്നില്ല. കർണാടക ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് ഒരു 2ാം സ്ഥാനത്ത് പോലും എത്താൻ പറ്റുന്നില്ല. ആ ഒത്തൊരുമയുടെ കൂടി ഉപലബ്ധിയാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന നേട്ടം, താരതമ്യേന മെച്ചപ്പെട്ട നേട്ടം. അതായത് അതിൻ്റെ ഒരു നമ്മൾ ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മതി. നമ്മൾ കേന്ദ്ര ബജറ്റിലൂടെ ഏറ്റവും കൂടുതൽ ഈ വിഹിതം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ സ്വാഭാവികമായിട്ടും ലഭിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിനെ ഏറ്റവും ഉയർന്ന വിഹിതം നമ്മൾ ജനസംഖ്യാനുപാതികമായി താരതമ്യം ചെയ്യുമ്പോൾ ലഭിക്കേണ്ട ഒരു വിഹിതമുണ്ട്. അതിൽ കൂടുതൽ വിഹിതം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി ഒരു വീഡിയോ, അതായത് അവിടുത്തെ ഒരു ടീച്ചർ ഇംഗ്ലീഷ് അധ്യാപികയാണ്, 20 വർഷം സർവീസുള്ള ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയാണ്. അവർ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അതായത് ബോർഡിൽ ഇംഗ്ലീഷ് എഴുതുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം പണം കൊടുക്കുന്നു. പക്ഷേ അതൊന്നും ഈ അടിസ്ഥാന മേഖലയിലല്ല. അവർ ഗോസംരക്ഷണം, തീർത്ഥാടന ടൂറിസം എന്ന പേരിൽ സംഘപരിവാറിനെ വളർത്താനുള്ള വ്യത്യസ്തമായ അജണ്ടകൾ, ഇതിനെല്ലാമായി കൂടുതൽ പണം അനുവദിക്കുന്നു. വേണ്ടിടത്തല്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ താരതമ്യേന ഇതെല്ലാം ഈ വളരെ ഉൽപാദനക്ഷമമായ മേഖലകളിൽ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കൂടി റിസൾട്ടാണിത്. അപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ സംസ്ഥാന നിയമസഭയുടെ ഏറ്റവും വലിയ അധികാരം ഉപയോഗിച്ച്, അവകാശം ഉപയോഗിച്ച് ഏകകണ്ഠമായി കേന്ദ്രത്തിന് ഒരു പ്രമേയം പാസാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ തെറ്റായൊരു നടപടിയാണ്. അത് വളരെ ദുഃഖകരമാണ്. രാജേന്ദ്രൻ പറഞ്ഞു നിർത്തിയത് ഈ ഘട്ടത്തിൽ, ഈ പ്രമേയം അവതരിപ്പിച്ച ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ നിലപാട്, പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ ഈ പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കിയത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് സിജു എന്ത് പറയുന്നു? NBC ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ പറഞ്ഞു നടത്തുന്നതിനെ തുടങ്ങാം. കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി. കാരണം കേരളത്തിൽ ഇവർക്ക് ഇന്നിപ്പോൾ ഈ നമ്മുടെ പ്രമേയത്തിന് അനുകൂലിച്ചു കൊണ്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി സമരത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ല. കേരളത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, 3 മാസം കുടിശ്ശികയായി, വികസന മുരടിപ്പ്, അങ്ങനെ ഒട്ടനവധി സമരങ്ങളുമായി ഒരു കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടക്കുക. ഇവർക്ക് ഒരുപക്ഷേ നമ്മൾ കേന്ദ്രത്തിന് അനുകൂലിച്ചുകൊണ്ട് പ്രമേയത്തിന് അനുകൂലിച്ച് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമരത്തിനൊരു സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ജനങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? കേന്ദ്രം 57,000 കോടി തരാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ തന്നിരുന്നെങ്കിൽ മറ്റു പ്രശ്നമുണ്ട്. കിഫ്ബി ഓഫ് ബജറ്റായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇത് ഉൾപ്പെടെ ചോദ്യം വരും. അത് കൃത്യമായി എന്തായാലും കോൺഗ്രസിന് ആ കാര്യങ്ങളിൽ ബോധ്യമുണ്ട്. മാത്രമല്ല കോൺഗ്രസിനറിയാം ഇന്ത്യയിലെ ഏകപ്പാട് ഇനിയിപ്പം ആ പിടിവള്ളിയായി നിൽക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു പിടിവള്ളിയായി അവരുടെ ചില എല്ലാ കാലഘട്ടങ്ങളിലും 5 വർഷത്തിൽ ഒരിക്കൽ കാണുന്ന ചില ഗമ്മികൾ വെച്ച് ഏതെങ്കിലും ഒരു പിടിവള്ളിയായി വരാൻ കഴിയുന്നൊരു സംസ്ഥാനം കേരളമാണെന്നുള്ള ബോധ്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. കാരണം ദേശീയതലത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, ദേശീയതലത്തിൽ ഇനിയൊരു സാധ്യതയില്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. വളരെ രസകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ന്യായയാത്ര നടത്തുന്നതിനിടയ്ക്കാണ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷെട്ടാർ ഇപ്പോൾ BJPയിലേക്ക് ചേരുകയും ചെയ്തു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ബുദ്ധിപരമായ ആണ് അവർ കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് സംബന്ധിച്ച് അടുത്ത തവണയും ഏത് വിധേനയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർക്ക് കിട്ടുന്ന ആയുധം ഇതാണ്: കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറയുക, ഇവിടെ വികസന മുരടിപ്പാണെന്ന് പറയുക, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല. ഇങ്ങനെ സമരങ്ങളുടെ സാധ്യത അടയ്ക്കപ്പെടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പ്രമേയത്തോട് അവർ അനുകൂലിക്കാതിരുന്നതും ഇത്തരത്തിലുള്ള വാക്കൗട്ട്. പക്ഷേ ഇത് സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ കാഴ്ച എന്ന് പറയുന്നത് അത് കേരളീയർ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ടാഗോറിൻ്റെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടല്ലോ, ഏക്ല ചോലോരെ എന്ന് പറയുന്നത്. മറ്റാരും കൂടെ വരാനില്ലെങ്കിൽ നീ തന്നെത്താൻ പോവുക എന്നാണ് ആ പാട്ടിൽ പറയുന്നത്. ഗാന്ധി അവസാനം നവഖാലിയിൽ നടക്കുമ്പോൾ വീണ്ടും ആ പാട്ട് തൻ്റെ കൂടെയുള്ളവരെ കൊണ്ട് പാടിച്ചു എന്നാണ് പറയുന്നത്. മറ്റാരും കൂടെ വരാനില്ലെങ്കിൽ നീ തനിയെ പോവുക. അങ്ങനെ കേരളത്തിലെ ഭരണപക്ഷം തീരുമാനിച്ചതുപോലെ ഉള്ള ഒരു രംഗമായിരുന്നു അത് കണ്ടത്. പ്രതിപക്ഷം കൂടെ വരാനില്ല, BJP പുറത്ത് അവിടെ പ്രാതിനിധ്യമില്ലെങ്കിലും അവരും കേരളത്തിന് വേണ്ടി കൈകോർക്കാൻ ഇല്ല. അപ്പോൾ തനിയെ പോവുക കേരളത്തിന് വേണ്ടി, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി തനിയെ കേരളത്തിലെ ഭരണപക്ഷം മാത്രം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് അത് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? എന്ത് പറയുന്നു?
അതിലെടുത്ത് പറയേണ്ട NPC കഴിഞ്ഞ ദിവസം ഇതേ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇതേ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആദ്യത്തെ വാചകം ഇതാണ്, അതായത് ഇങ്ങനെയെങ്കിലും ഈ വിഷയം നിങ്ങൾ ഇവിടെ സഭയിൽ ഉന്നയിച്ചതിൽ നന്ദിയുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് സർക്കാരിനെ കുറ്റം പറയാനായിക്കോട്ടെ, പക്ഷേ സർക്കാരിനെ കുറ്റം പറയുമ്പോൾ തന്നെ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നതിലേക്ക് ഈ ചർച്ചയിൽ നമ്മൾ എത്തും. അപ്പോൾ ആ വിഷയം നിങ്ങൾ ഉന്നയിച്ചതിൽ സന്തോഷം എന്നുള്ളതാണ് പറഞ്ഞത്. അന്ന് ആ ചർച്ചയിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്, ഭരണപക്ഷത്തിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്, രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പക്ഷത്തിൽ നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കുമ്പോഴും അതിൽ ഏറ്റവും എല്ലാവരും നോക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ചവരെയാണ്, അവരെന്താണ് പറയുക എന്നുള്ളതാണ്. ഓരോ അംഗവും സംസാരിച്ചത് എടുത്തു പറയേണ്ടതാണ്. കാരണം ആരും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാൻ തയ്യാറായില്ല. അതിന് അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഘടികാരസ്ഥത കൊണ്ട് മാത്രമാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ഒരു പ്രമേയം കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ നമുക്കൊപ്പം സമരം ചെയ്യാൻ വരുന്നില്ലെങ്കിൽ, ദില്ലിയിൽ സമരം ചെയ്യാൻ വരുന്നില്ലെങ്കിൽ ശരി, അത് രാഷ്ട്രീയപരമായി നിങ്ങൾ മാറി നിന്നോളൂ. നമ്മൾ ആ ഒരു വിഷയത്തിൽ നിരവധി തവണ ഇതിനകം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം കൂടണം, ഒപ്പം വരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇതിലൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി. അതിനുശേഷം ഇപ്പോൾ NPC ഞാനിത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ ആ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളും ഭരണപക്ഷത്തെ അംഗങ്ങൾ, പ്രതിപക്ഷത്തെ അംഗങ്ങൾ എല്ലാവരുമായി നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ എത്തുക, ചോദ്യോത്തരവേള കഴിയുമ്പോൾ ശൂന്യവേളയിലേക്ക് കടക്കുന്ന സമയത്ത് അടിയന്തര പ്രമേയ വിഷയം ഉന്നയിക്കുക. സാധാരണഗതിയിൽ സംസാരിച്ച് അതിലുള്ള മറുപടി നൽകി ആ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ എത്താത്ത ഒരു വിഷയം വേണം സഭയിൽ കൊണ്ടുവരാൻ. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ സ്വാഭാവികമായും സഭയിൽ ചർച്ച ചെയ്യാനോ ആ വിഷയം എടുക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിലൊരു വിഷയം എടുത്ത് മനഃപൂർവ്വമായി സഭ സ്തംഭിപ്പിക്കുക, ഇതാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രമേയം വരും എന്നുള്ളതറിയാം. പ്രമേയത്തിൽ നമുക്ക് സംസാരിക്കേണ്ട, പ്രമേയത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ട. സഭ സ്തംഭിപ്പിച്ചാൽ ആ രീതിയിൽ നമുക്ക് അപ്പം തന്നെ പൂർണ്ണമായും സഭാ നടപടികൾ നിർത്തിവെക്കാൻ സാധിക്കും. പക്ഷേ സഭ സ്തംഭിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. സ്പീക്കർ ഈ ഒരു പ്രതിഷേധത്തിനിടയിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെയാണ് അവർക്ക് പാളിപ്പോയത്. അവരുടെ പ്ലാനിങ്ങിൽ ഉള്ളൊരു അതെ, അവിടെയാണ് ആ പ്രതിസന്ധി ഉണ്ടായത് അവർക്ക്. പിന്നീട് അവർക്ക് നിൽക്കക്കള്ളിയില്ല. അവർക്ക് പ്രതിപക്ഷത്തിനെ ബഹിഷ്കരിച്ച് പുറത്തേ തന്നെ പോകേണ്ടി വന്നു. വേറെ ഒരു മാർഗവുമില്ല. സഭാ നടപടികൾ ആരംഭിച്ചു. ഈ പ്രമേയം ധനമന്ത്രി അവതരിപ്പിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഈ വിഷയവുമായിരുന്നു. ഈ വിഷയത്തിൽ അവർക്ക് സംസാരിക്കാം, അവർക്ക് എന്തെങ്കിലും ഡിസന്റ് ഉണ്ടെങ്കിൽ അവർക്ക് രേഖപ്പെടുത്താം. ആ ഡിസന്റ് പരിഗണിക്കാവുന്നതാണെങ്കിൽ പരിഗണിച്ചും തള്ളേണ്ടതാണെങ്കിൽ തള്ളിയും സഭ മുന്നോട്ട് പോകും. പക്ഷേ ആ രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ ഒരു വേദി ഉണ്ടായപ്പോൾ പോലും അവിടെ സംസാരിക്കാതെ, അതിൽ പങ്കെടുക്കാതെ മനഃപൂർവ്വം അത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറെ പ്രസക്തമായ വിഷയം. കേരളത്തിൽ ഉയർന്നിരുന്ന മുറവിളി UDF ലോക്സഭയിലേക്ക് അയച്ച, രാജ്യസഭയിലേക്ക് അയച്ച MP-മാർ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല എന്നാണ്. പക്ഷേ UDF നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അയച്ച MLA-മാരും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല, കേരളത്തിന് വേണ്ടി നിലപാടെടുക്കുന്നില്ല, കേരളത്തിന് വേണ്ടി കൈ ഉയർത്തുന്നില്ല എന്ന ഒരു നിലയിലേക്കാണ് ഈ ദിവസം കാര്യങ്ങളെ കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഇതുപോലെയായിരുന്നില്ല. ഈ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഈ പൗരത്വ ഭേദഗതി നിയമം, അതുമായി ബന്ധപ്പെട്ട് നിയമസഭയുണ്ടായിട്ടൊരു പ്രമേയം പാസ്സാക്കി. ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതുമാത്രമല്ല, ഇവിടെ ആദ്യം പ്രളയം വന്ന ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ പോയി ആ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിച്ചു. അന്ന് പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ പലരും തന്നെ നമ്മൾ എന്തിനാണ് ഈ രീതിയിൽ ഈ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് പോകുന്നത്. അന്ന് ചെന്നിത്തല പറഞ്ഞൊരു മറുപടി ഈ വിഷയത്തിലാണ്. ഞങ്ങൾക്ക് സർക്കാരുമായി ഒരുപാട് കാര്യങ്ങളിൽ ഭിന്നതയുണ്ട്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ മുല്ലപ്പെരിയാറാണ് വിഷയമെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അന്നൊരു സർവകക്ഷി സംഘം ദില്ലിയിൽ വന്ന് പ്രധാനമന്ത്രിയെ കണ്ടു. കേരളത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തിയുള്ള വിഷയമാണ്. അപ്പോൾ അതിനുശേഷം അവരെല്ലാവരും കൂടി പത്രസമ്മേളനം നടത്തി ദില്ലിയിലെ കേരള ഹൗസിൽ. അന്ന് KM മാണി ഉണ്ടായിരുന്നു. KM മാണി അന്ന് UDF-ലാണ്. അപ്പോൾ പത്രസമ്മേളനത്തിന് ശേഷം പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ KM മാണി ഇടപെട്ട് പറഞ്ഞു, അല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരേ വിഷയത്തിലാണ്, ആ വിഷയത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്, മറ്റു വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. അതുപോലൊരു സമീപനം കൈക്കൊള്ളാമായിരുന്നു. അതെ സിജു, അപ്പോൾ എവിടെയാണ് പ്രതിപക്ഷമാവുന്നത്?
എന്താണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചെന്നിത്തലയെയും കെ എം മാണിയെയും പരാമർശിച്ചുകൊണ്ട് രാജേന്ദ്രൻ ഈ കാര്യം പറഞ്ഞത്. എന്തു പറയും? ഇതിപ്പോൾ ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞപ്പോഴവർ ഈ ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം കടന്ന് പ്രചരിക്കുന്ന നമ്മുടെ വി.ഡി. സതീശൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ സർക്കാരിനൊപ്പം പോകുമോ? കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേറെ ആളിനെ നോക്കണം സർക്കാരിനൊപ്പം നിൽക്കാൻ. ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. അവിടെയാണ് ചെന്നിത്തലയും കെ എം മാണിയൊക്കെ എടുത്ത നിലപാടിനെ നമ്മൾ ശ്ലാഘിക്കേണ്ടത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് LDF സർക്കാരിനെതിരെയോ CPM-നെതിരെയോ അല്ല, കേരളത്തിനെതിരെയാണ്. അത് കേരളത്തിലെ ജനത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ആരോ പറഞ്ഞാണ്, കൊസ്തേപ്പ് ഭീമൻ്റെ വഴിയിലെ ഒരു കൊസ്തേപ്പ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. ആ സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ആരാണ് കൊസ്തേപ്പ് എന്നും സതീശൻ എങ്ങനെ കൊസ്തേപ്പ് ആകുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് സതീശന് കൃത്യമായി കേരളത്തോട് താല്പര്യമില്ല. സതീശൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും ഒരു പ്രതിബദ്ധതയില്ലാത്തൊരു നേതാവ്. അതായത് കൃത്യമായ തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയം, വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ്. അത് ഒരുപക്ഷെ സുധാകരനും ഒരുമിച്ചുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് മൈക്ക് തട്ടിപ്പറിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് സതീശൻ എന്നുള്ളത് ഒരുപക്ഷെ CPM-ൻ്റെ LDF നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുന്നുണ്ട്. പ്രതിപക്ഷം എന്തായിരിക്കണം എന്നുള്ളത്, എന്തായിരിക്കരുത് എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ ഈ എടുത്ത സതീശനും കൂട്ടരും എടുത്ത നിലപാട് പരിശോധിച്ച് തന്നെ മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ്. പ്രമേയം തീർച്ചയായും കേരളത്തിന് അർഹതപ്പെട്ടത് തരണം എന്ന് തന്നെയാണ് പറയുന്നത്. വാർത്താപരിധി കുറയ്ക്കരുത്, അതുപോലെ തന്നെ ഗ്രാൻറ്റുകൾ തടയരുത്. അതാണ് കൃത്യമായിട്ട് ആ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു കീഴ്ഘടകമല്ല എന്നൊരു പരാമർശം അതിൽ നടത്തുന്നുണ്ട്. അത് ഇന്ത്യ മുഴുവൻ, രാഷ്ട്രീയ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പരമാധികാരമുണ്ട് എന്നൊരു കാര്യം കൂടി അതിൽ പറയുന്നു. നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ കഴിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. രാജേന്ദ്രൻ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് ഡബിൾ എഞ്ചിൻ ഭരണം നടക്കുന്ന മണിപ്പൂരുമായിട്ടാണ്. ഈ മണിപ്പൂരിൽ എന്താണ് നടക്കുന്ന ആ ഒരു ആരംഭായ് എന്ന ഒരു തീവ്ര സംഘടന, അത് തീവ്രവാദ സംഘടനയാണോ അല്ലേ എന്നതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ആ സംഘടനയിലെ കേഡർമാരെല്ലാവരും തന്നെ തോക്കുകൾ കയ്യിലേന്തി ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ ഇംഫാൽ നഗരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തത്. 6000 തോക്കുകൾ, അതായത് പോലീസ് സേനയിൽ നിന്നും മോഷ്ടിച്ച ഏതാണ്ട് 6000-ഓളം തോക്കുകൾ ഇവരുടെ എല്ലാം കൈവശമാണ്. അവർ രഞ്ജൻ സിംഗ് എന്ന കേന്ദ്രമന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. അതായത് എൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അത് മണിപ്പൂരിൻ്റെ അഖണ്ഡതയ്ക്കൊപ്പമാണ്. മണിപ്പൂരിലെ അഖണ്ഡത എന്ന് പറഞ്ഞാൽ മെയ്തൈ വിഭാഗത്തിൻ്റെ താല്പര്യം, അഖണ്ഡതയ്ക്കൊപ്പമാണ്. അതിനപ്പുറത്ത് ഞാനൊന്നും ചെയ്യില്ല. ഇത് ഒരു ഇന്ത്യയിലൊരു മോദി സർക്കാരിലെ ഒരു മന്ത്രിയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഫെഡറലിസം നേരിടുന്ന ഇന്നത്തെ ഒരു അവസ്ഥ. അതായത് രണ്ടും, കേന്ദ്രവും സംസ്ഥാനം, ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനം, ഏറ്റവും നല്ല വികസിതമായ സംസ്ഥാനം, ഏറ്റവും ശാന്തമായ പ്രദേശം, ആ പ്രദേശത്തെ ഈ എല്ലാ രീതിയിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 17 എയിംസുകൾ പ്രഖ്യാപിച്ചു നിലവിലുണ്ട്. ഈ 17 എയിംസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ലോകത്തിന് ആ സംസ്ഥാനത്തിന് നൽകില്ല. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഇന്നതാ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തു വന്നു. ഈ ഇതിനേക്കാൾ രാജ്യത്തേക്കാൾ വളർച്ചാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ട്. മാത്രമല്ല ഇത് ആഭ്യന്തര വളർച്ച 6.6%. നമ്മൾ ഇത് ധനകമ്മി, റവന്യൂ കമ്മി, ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ കേന്ദ്രമായിട്ട് അവതരിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അത് വർദ്ധിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഈ കേന്ദ്രവിഹിതത്തിൽ 4.6% കുറവുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതിശീർഷ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയിൽ 3ആണ്. ഇന്ത്യയിൽ 3 എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. നമ്മൾ ഈ പ്രതിശീർഷ വരുമാനം നടപ്പിലാക്കുമ്പോൾ, സംസ്ഥാനങ്ങളെ പ്രതിശീർഷ വരുമാനം നടപ്പിലാക്കുമ്പോൾ പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ അത് ഇതിനകത്ത് കൂട്ടാറില്ല. അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതാവും. ഈ കേരളത്തിൻ്റെ സ്ഥാനം ഒന്നാമതാവും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയായിട്ടും നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൽ, അതെന്തോ ആവട്ടെ, അതിനുള്ള ഒരു രാഷ്ട്രീയ ശിക്ഷയാണ്.
രാഷ്ട്രീയമായി ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ കേരളത്തെ കേന്ദ്ര ഭരണാധികാരികൾ തളച്ചിടുകയാണ്. അതാണ് സ്ഥിതി. പക്ഷേ നമ്മുടെ ഭരണഘടന ഇതല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയുന്നത് കേന്ദ്രം നയിക്കുകയും സംസ്ഥാനങ്ങൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു സങ്കല്പമല്ല ഭരണഘടനയിലുള്ളത്. കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കും നിശ്ചിത അധികാരങ്ങൾ ഉണ്ട്. ആ അധികാരങ്ങളിൽ അവർക്ക് പരമാധികാരമുണ്ട്. അതാണ് ഇന്നത്തെ പ്രമേയം സംസാരിക്കുന്നതിൻ്റെ ഒരു വ്യത്യസ്തത എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും സാർ, അത് ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ശരിക്കുമുള്ള കാഴ്ചപ്പാട് ഭരണഘടന വിഭാവനം ചെയ്യും. പക്ഷേ മോദിക്കും സംഘപരിവാറിനും ഇഷ്ടമില്ലാത്തൊരു പദമാണ് ഫെഡറലിസവും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന 14ാം ധനകാര്യ കമ്മീഷനിൽ മോദി ഇടപെട്ടു എന്ന് പറയുന്നത്, മോദി 2014 വരെ, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്നത് വരെ സംസ്ഥാനങ്ങൾക്ക് 50% വിഹിതം കൊടുക്കണമെന്നായിരുന്നു. മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അത് നേരിട്ട് അതായത് ധനകാര്യ കമ്മീഷനിൽ ഇടപെടാൻ യാതൊരു അധികാരമില്ലാത്ത പ്രധാനമന്ത്രി പറയുകയാണ് അത് 42% കുറയ്ക്കണം, അത് 32% കുറയ്ക്കണമെന്ന്. ഇങ്ങനെ അതാ പറഞ്ഞ് മോദിക്കൊരിക്കലും മോദി ഒരു ഏകാധിപതിയാണ് ആകണം എന്ന് 2014 ഉറപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പദമായി മാറുന്നത്. യൂണിയൻ സ്റ്റേറ്റ് അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ പണ്ട് ഒരു ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ മോദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ ആം ദി സ്റ്റേറ്റ് എന്ന് മോദി പറയുക. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളമാണ്. കേരളത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം കേരളത്തിലെ LDF സർക്കാരാണെന്ന് പറയുന്നത്. കാരണം ഈ മോദി സർക്കാർ തുടരുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കുമെതിരായി കൃത്യമായി നിയമസഭകളിലൂടെയും സമരങ്ങളിലൂടെയും പ്രതിരോധം തീർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് കേരളമാണ്, കേരളത്തിലെ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് കേരളത്തിൽ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്. എങ്ങനെ എവിടെയൊക്കെ പ്രതിഷേധിക്കുന്നു അവരെയൊക്കെ ഇല്ലാതാക്കുക. ആ പ്രതിഷേധം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്ന കേരളം തന്നെയാണ്. കേരളം എല്ലാ കാലത്തും ഇനി ഫെബ്രുവരി 8-ാം തീയതി വലിയ തരത്തിലുള്ള സമരം വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായും മോദിക്ക് കേരളത്തെ കണ്ടുകൂടാ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് കണ്ടുകൂടാ കേരളത്തെ. അതുകൊണ്ട് കേരളത്തെ ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇത് കേരളം ഇന്ന് അവതരിപ്പിച്ച പ്രമേയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു സാമാന്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് എന്നുകൂടിയാണ് പറഞ്ഞ് വെക്കേണ്ടത്. കേരളം ഇന്ന് നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു, അത് പാസാക്കി, ഏകകണ്ഠമായി പാസാക്കി എന്നത് ഒരു പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷേ അതിൻ്റെ നാനാർത്ഥങ്ങൾ വായിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുപാട് സമസ്യകൾ നമുക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടുകയാണ്. ഇങ്ങനെ തന്നെയാണ് വാർത്താ വിശകലനം ഈ പരിപാടിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയതോടുകൂടി ചെങ്കോലാണ് ഇന്ത്യയുടെ ഭരണാധികാരികളുടെ പ്രതീകം, സാംസ്കാരിക പ്രതീകമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ജനാധിപത്യം എന്നത് അത് 18-ാം നൂറ്റാണ്ടിൽ രംഗപ്രവേശം ചെയ്തത് കിരീടങ്ങളും ചെങ്കോലുകളും രക്തത്തിലിട്ട് ചവിട്ടി തെരുവിൽ പന്ത് കളിച്ചുകൊണ്ടാണ് എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്ന് എന്ന് നമുക്ക് പറയാവുന്നൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വരും മറ്റൊരു വിഷയവുമായി. നന്ദി, നമസ്കാരം.